ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നാഗർകോവിലിൽ ആദ്യത്തെ ദിവസം ഷൂട്ടിന് ഇറങ്ങണം കേട്ടോ. സമയം 8 മണിയായി. 8 മണിക്ക് വണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വണ്ടി താഴെ നിൽപ്പുണ്ട്. നമുക്കുള്ള വണ്ടിയാണെന്ന് അറിയത്തില്ല. നമ്മുടെ ബാക്കി 2-3 ഫൈറ്റേഴ്സ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇന്ന് നേരെ സെറ്റിൽ വരത്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് താഴെ പോയി അജയും ടീമൊക്കെ റെഡിയായി നോക്കാം. ഓക്കെ. വാനരങ്ങൾ എല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ടൈമിംഗ് ഇല്ലേ? ഒരു ബസ് താഴെ വന്നിരിക്കണത് അതാണ് മോനെ. പൈസ അല്ല. ചാവിയൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് ലൊക്കേഷനിലേക്കുള്ള വണ്ടിയാണ് കേട്ടോ അത്. നമ്മൾ മാത്രമല്ല, വേറെ ഫൈറ്റേഴ്സും ഉണ്ട്. നമ്മളെല്ലാവരും ബൈക്കിലാണ് പോകുന്നത് കേട്ടോ. എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മാറ്റം സംഭവിച്ചേട്ടോ. ആ വണ്ടി അല്ലായിരുന്നു നമുക്ക് ലൊക്കേഷനിലേക്കുള്ള വണ്ടി, അതല്ല, അത് വേറെ ടീമിൻ്റെ വണ്ടിയായിരുന്നു. നമ്മളത് കയറിയതിനു ശേഷം ഇറങ്ങിയാൽ നമുക്കുള്ള വണ്ടി വേറെ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ വണ്ടി പോയി നമ്മളെ വണ്ടിക്കായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. വരും, വെയിറ്റ് ചെയ്യും. നമുക്കുള്ള വണ്ടിയാണ്. അയ്യോ, തട്ടിട്ട് ഓക്കെ ഓക്കെ. അന്ന് അവിടുന്ന് കണ്ടു. നമ്മൾ ടിക്കറ്റാക്കി പോയില്ലേ കോയമ്പത്തൂർ ഫസ്റ്റ് പോയപ്പോ. ഹോസ്പിറ്റലാടാ. എന്റെ മോനെ സെറ്റ് സാധനം. കടലാ തോന്നുന്നു. കടലാണത്. അതാ പുഴയാ. എന്റെ വീട്ടില് വരുമ്പോ അപ്പൊ കോളം വഴിയൊക്കെ വാ. ഞാൻ ഇടയിലൊന്നുമില്ല. എനിക്ക് അങ്ങനൊന്നുമില്ല. എനിക്ക് വീട്ടിൽ പോകുമ്പോ പോയിട്ടില്ല. അവിടെ പോയിട്ട് ഇപ്പൊ കിട്ടിയേ എടുത്തെടുത്ത് വന്നപ്പോഴേ കടല് തീർത്ത് പാറ മാത്രം. നല്ല സ്ഥലം അല്ലേ? നല്ല സ്ഥലം. അതെന്നാത്ത സാധനം. അത്രയും ഫോട്ടോ ഇട്ടാണ് ഇവിടെ സൈറ്റ്. അതാണ്ടാണ് ഏതാ ഓ കളത്തീരത്തിന്റെ ഫോട്ടോ അത്രയും ഓ ഇട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രാമാസ്റ്റർ പോയാ? പുള്ളിക്കാരനൊക്കെ റെസ്റ്റ് ആണെന്ന് വരാന്ന് പറഞ്ഞു. നമ്മൾ വന്ന ടൈം നോക്കും. എത്ര വണ്ടികൾ. ആവശ്യമുള്ള കാര്യമായിരിക്കും. വിളിച്ചു പറഞ്ഞു ഡ്രൈവറാണ് അവസാനം തൈ കിട്ടോ. എവിടെ ഇരിക്കണം? നീ ഫുഡ് കഴിച്ചാ? അർജുനെ കഴിച്ചില്ല. ആണോ? ഞാൻ വരണോ? എവനാ തോന്നും. ബാക്കിയുള്ളവരെ വിശന്ന്. നീ അവിടെ കട വിഷ്ണു. എന്തായി? സൂപ്പർ. ഫ്ലിപ്പ് അടിക്കണ്ടേ?
നേരത്തെ കഴിച്ച് ക്ലിപ്പ് ഇപ്പൊ മുട്ടി കൂടെ അടിച്ചോണ്ടിരിക്കണോ അബ്ഡോമിനല്ലേ അത് ചെയ്തില്ലേ എന്താ ഇതാട്ടാ മറ്റേ ഇത് അപ്പണ്ടീസിന്റെ ചെറിയ ഒരു ഇൻഫ്ലമേഷൻ പറഞ്ഞവര് അത് മാറിക്കോളൂന്ന് പറഞ്ഞത് പുളി വന്നിട്ടുണ്ട് ഒരു ഇതെല്ലാം പൊറോട്ട കഴിച്ചായിരുന്നു രാവിലെ അതിന്റെ തോന്നുന്നു മഹാൻ പൊറോട്ട പോയ താനൊന്ന് കണ്ണു വെക്കാതെ പൊറോട്ട വരട്ടെ 2 പ്ലേറ്റ് അർജുനാ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അതൊക്കെ പോട്ടെ ഇവിടെ കക്കൂസ് ഇവിടെ ചെന്ന് പോ അവിടെ 40 ഇപ്പൊ ലൈനില്. ഓ മാൻ എന്താ ഓക്കെ ചോട്ടി കൂട്ടേണ്ടി വരും ഇറങ്ങണം എന്നിട്ട് റമദാൻ മാസം എനിക്കറിയായിരിക്കുമല്ലോ. തലേനറിയാം ഞാൻ ഒരു കുളത്തിട്ടാണല്ലോ അടിപൊളി ഇന്തോനേഷ്യക്കാരുമായിട്ട് കുളിപ്പിച്ചു. മനോഹരമായ ഒരു ബീച്ച് സൈഡാണ് കേട്ടോ. ലൊക്കേഷൻ്റെ പുറകു ഭാഗമാണ്. നല്ല അടിപൊളി സ്ഥലം, അടിപൊളി ലൊക്കേഷൻ. അതായത് കന്യാകുമാരി ഭാഗമൊക്കെ ആയിട്ടൊക്കെ വരും. ഹൈ, അപ്പോൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടാ പാക്കപ്പായി. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ബീച്ചാണ്. ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല സന്ധ്യയായി, നല്ല വെട്ടത്തിൽ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഗോപ്രോ എൻ്റെ കയ്യിലല്ലായിരുന്നു കേട്ടോ. ഗോപ്രോ നമ്മൾ കോസ്റ്റ്യൂമിലായതുകൊണ്ട് ഗോപ്രോയൊക്കെ ബാഗിനുണ്ട് ഉള്ളിലായിരുന്നു. നാളെ നോക്കട്ടെ, നല്ല വെളിച്ചത്തിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ, സെറ്റ് ബീച്ചാണ്. പക്ഷേ നമുക്ക് ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ ടൈമിൽ നമുക്ക് തിരിച്ച് പോവേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. നല്ല ശാന്തമായ തിരമാലകൾ ആസ്വദിക്കുന്ന ചെറുപ്പക്കാർ എവിടെ കിട്ടിയിട്ടുണ്ടേ. എന്തേ തന്നെ? അപ്പോൾ കമ്പനി വണ്ടി പോവാണോ? ഹലോ ഗായ്സ്, ആ ബാക്കി കൂടെ പോവാം. നിങ്ങളെന്താ കമ്പനി വണ്ടി പോന്നേ? നമുക്ക് വണ്ടി ഉണ്ടല്ലോ. എന്നെ കാത്തിരിക്കുന്ന ബാക്കി ടീമുകൾ. വണ്ടി ഉണ്ടോ ഗൈസ്? ശ്രാവ മാസ്റ്റർ നമുക്ക് 2 വണ്ടിയിലോട്ട് പോയാൽ പോരെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താ കമ്പനി വണ്ടി ഉണ്ടെങ്കിൽ ഗൈസ് ഒഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ വണ്ടിയിലാണ് കേട്ടോ. ഓക്കെ, അനീഷ് ഇതില്ല. അനീഷ് വിഷ്ണുവിൻ്റെ കൂടെ കാർ എടുക്കാം. അയ്യോ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് നമ്മളവിടെ ഇറങ്ങിയപ്പോഴേ കേട്ടാ പേസ്റ്റ് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതെ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് റൂമിലിട്ട് പോവുകയാണ് കേട്ടോ. നല്ല തൊണ്ടവേദനയുണ്ട് എനിക്കിപ്പം. വരുന്നതിന് മുമ്പും ചെറിയ രീതിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ മിക്കവാറും ഇത് കടുക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. നല്ല തൊണ്ടവേദനയുണ്ട്. ഇതിനെ മനസ്സ് വെച്ചാലാണ്. അടുത്തൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡേ നമ്മൾ പോകണം. പെരിയ റോഡ്. പെരിയ റോഡ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, എല്ലാം ഒരേ കണക്കത്തെ റോഡാണ്. നമ്മൾ 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഒറ്റ ട്രിപ്പിന് വരുന്ന സമയത്ത് അയ്യോ ഇതെല്ലാം ഒരേപോലെ ഇരിക്കുന്നത്. റിലയൻസിൻ്റെ മാളാണ് കേട്ടോ. ഇത് ഇതൊരെണ്ണം നമ്മളെ വർക്കലുണ്ട്. റിലയൻസിൻ്റെ മാൾ.
ഇതാ ഈ വണ്ടിയേ ലൊക്കേഷനിലെ വണ്ടിയാണ്. ഇതാ ഈ വണ്ടിയൊക്കെ ആ അവിടെ പ്രൊഡക്ഷൻ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇതാണ് രാവിലെ വന്നത്. ഡിസ്കവറി വണ്ടിയാണ്. പ്രൊഡക്ഷൻ വണ്ടികളാണ് ഈ കിടക്കുന്നത്. ഓക്കെ, നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റൂം സ്റ്റേ ആയേക്ക. ഓ ഇനി സ്റ്റെപ്പ് കയറി പോകണല്ലേ. ഇതെന്തിനു മീനാണ്? പിരാനല്ല, ഗൗരവമിയല്ലേ ഇത്? അതാണ് ആറ്റുവാള. മേളിലെത്തട്ടെ. നമുക്ക് ഫുഡ് എത്തി കേട്ടാ. ചിക്കൻ ഫ്രൈ, പയറുതോരൻ, കഞ്ഞി, ചിക്കൻ കറി, സലാഡ്, ചമ്മന്തി, വെജിറ്റബിൾ കറി, ചപ്പാത്തി. സംഭവം എന്ന് വെച്ചാൽ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്തത് കേട്ടോ. അതാണ് ക്വാണ്ടിറ്റി ഇത്ര കുറവ്. വിശപ്പായിപ്പോയി. ആ വാള വെച്ച് ഹരീഷ് അപ്പോൾ സുഹൃത്തുക്കളെ ഏതാണ് കാര്യം. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. അതുവരെ ടാറ്റാ ബൈ.